കാസർഗോഡ് കുമ്പളയിലെ ടോൾ പിരിവിനെതിരായ സമരത്തിലെ സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെയാണ് കേസെടുത്തത്. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് സമരം അക്രമാസക്തമായത്. തുടർ പ്രക്ഷോഭങ്ങൾ ആലോചിക്കാൻ ആക്ഷൻ കമ്മിറ്റി ഇന്ന് യോഗം ചേരും. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിലും ഇന്ന് ടോൾ പിരിവ് ആരംഭിക്കും. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻപ് പിരിവ് അനുവദിക്കില്ല എന്ന നിലപാടിലാണ് സമരസമിതി. അരുൺ പൂപ്പറമ്പയും AK അഭിലാഷും ചേർന്നു. വിവരങ്ങളുമായി ആദ്യം അരുൺ പൂപ്പറമ്പിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ടോൾ ഗേറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധവും സംഘർഷവുമാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ ആക്ഷൻ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. എന്തൊക്കെ പ്രതീക്ഷിക്കാം? പ്രതിഷേധം തുടരാനുള്ള സാധ്യതയാണല്ലേ? ഹരിപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ആ ചർച്ചയിൽ ഈ ടോൾ പിരിവ് തുടരും എന്ന നിലപാടാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുണ്ട്. നിലവിൽ ആക്ഷൻ കമ്മിറ്റി കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ഏതെങ്കിലും തരത്തിലൊരു സ്റ്റേ കോടതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി ടോൾ പിരിക്കുന്നതിന് തടസ്സമില്ല എന്ന നിലപാടാണ് ആ ചർച്ചയിൽ ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചത്. ഇതിനു പിന്നാലെയാണ് രാത്രി വലിയ പ്രതിഷേധമുണ്ടായത്. ആ പ്രതിഷേധം പിന്നീട് അക്രമാസക്തമാകുന്നത് നമ്മൾ കണ്ടതാണ്. ആ ടോൾ ബൂത്തിലെ ക്യാമറകൾ, ചില്ലുകൾ, അതോടൊപ്പം ഉപകരണങ്ങളെല്ലാം അടിച്ചു തകർക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ ഒരു വശത്ത് പോലീസ് കടുത്ത നടപടിക്കൊരുങ്ങുകയാണ്. നിലവിൽ കണ്ടാലറിയുന്ന 500 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. പൊതുമുതൽ ഉൾപ്പെടെ നശിപ്പിച്ചതുകൊണ്ട് ആ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചേർത്ത് പോലീസ് അത്തരം നടപടികളിലേക്ക് പോവുകയാണ്. എന്തായാലും ഈ പ്രക്ഷോഭം, അതായത് ഈ ടോൾ പിരിവിനെതിരായിട്ടുള്ള സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം ചേരുന്നുണ്ട്. തുടർ പ്രക്ഷോഭങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. പ്രധാനമായും 25 കിലോമീറ്റർ ദൂരപരിധിയിൽ 2 ടോളുകൾ, ഒന്ന് തലപ്പാടിയിലും മറ്റൊന്ന് ഇപ്പോൾ കുമ്പളയിലും തുടങ്ങിയിട്ടുള്ള ടോളുകൾ, അത് അന്യായമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജിയിൽ കോടതി ഇതുവരെ അന്തിമമായിട്ടുള്ള വിധി പറഞ്ഞില്ല. അതിനു മുമ്പ് തിടുക്കപ്പെട്ട് ദേശീയപാത അതോറിറ്റി എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്, ഈ ടോൾ പിരിക്കുന്നത് എന്നതാണ് ആക്ഷൻ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യായമായിട്ടുള്ള സമരമാണ്. കൂടുതൽ ആൾക്കാരെ, കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ്, 100 കണക്കിന് ആൾക്കാരാണ് അവിടെ ഈ സമരത്തിലേക്ക് എത്തിച്ചേർന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും അങ്ങനെ ഉണ്ടാകും. അത്തരം കൂടുതൽ ആൾക്കാർ എത്തിക്കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ജില്ലാ കളക്ടർ പറഞ്ഞത് ഇത് തൻ്റെ അധികാര പരിധിയിൽ വരുന്നതല്ല. കേന്ദ്ര സർക്കാരാണ് ഈ ടോൾ പിരിവ് നിർത്തണമെങ്കിൽ അത്തരമൊരു തീരുമാനമെടുക്കേണ്ടത്. അതിനായി ചീഫ് സെക്രട്ടറിയെ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കും. ചീഫ് സെക്രട്ടറി തലത്തിൽ ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോഴുള്ള ആശങ്ക, പ്രശ്നങ്ങളൊക്കെ ചീഫ് സെക്രട്ടറി അറിയിക്കുമെന്നതാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. അതിൽ തുടർ പ്രക്ഷോഭങ്ങൾ എങ്ങനെ വേണമെന്നുള്ളത് ഇന്ന് യോഗം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്യും. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. AK അഭിലാഷിലേക്ക് കൂടി പോവുകയാണ്. AK അഭിലാഷ്, കോഴിക്കോട് ബൈപ്പാസിലും ഇന്നിപ്പോൾ ടോൾ പിരിവ് ആരംഭിക്കുകയാണ്. പക്ഷേ ഒരു പ്രതിഷേധം അവിടെയുമുണ്ട്. എന്താണ് സാഹചര്യം? പൂർത്തിയായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിയോട് കൂടിയായിരിക്കും ഈ ടോൾ പിരിവ് ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയത്ത് നേരത്തെ കുമ്പളയിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മറ്റു രീതിയിലുള്ള സമരങ്ങളാണ് നടക്കുന്നത്. കാരണം പ്രദേശവാസികൾക്ക് ടോളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവ് നൽകണം എന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ടോളിലേക്ക് പോകാവൂ എന്നൊരു നിർദ്ദേശം അവർ ഉയർത്തുന്നു. ഏതായാലും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള സമീപവാസികൾക്ക് ടോൾ അതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ആവശ്യമാണ് അവർ ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. 340 രൂപയുടെ പാസ് എടുത്താൽ മാത്രമേ ഈ ടോൾ ബൂത്തിലൂടെ അവർക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണ് വരുന്നത്. ഏതായാലും നമുക്കറിയാം, ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകളൊക്കെ അപര്യാപ്തതയുണ്ട്. കാരണം 45 മീറ്ററിലാണ് ഈ റോഡ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അത് കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ സമരം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. സർവീസ് റോഡുകളുടെ അപര്യാപ്തതയുണ്ട്. അതോടൊപ്പം തന്നെ ചില പാലങ്ങളുടെയും സർവീസ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളും പാതി വഴിയിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിലും ടോൾ പിരിവ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് പിരിവ് അനുവദിക്കില്ല എന്നുള്ളതാണ് സമരസമിതിയുടെ നിലപാട്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.